സെലക്ഷൻ സംബന്ധിക്കുന്നു ചെറിയ മോഡൽ തന്നെയാണ് ഇത്. വലിയൊരു മനുഷ്യൻ നമ്മുടെ കവലയുടെ ഉസ്താദ് സക്കീർ ഹുസൈൻ സാർ, അദ്ദേഹത്തെ ഒരു ചെറിയ തോതിലുള്ള അനുസ്മരണം 1975 തുടങ്ങിയതാണ്. കവലയും വയലിലും ഹാർമണിയൊക്കെ ആയിട്ടുള്ള മോഡൽ. അപ്പൊ അതിൻ്റെ ഒരു ഓർമ്മ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്മരിച്ചുകൊണ്ട് കുറച്ചേറെ കഥ വായിക്കാൻ വിദഗ്ധരായ ആൾക്കാരെ കൊണ്ട് അവരുടെ നിങ്ങൾ തന്നെ ഇവിടെ പഠിച്ച് വളർന്ന വേണ്ടി സുന്ദരൻ നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരൻ എല്ലാവരുണ്ട്. നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മുരളി എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, എൻ്റെ അമ്പിളി കുടുംബാംഗങ്ങളെ, വളരെ സുപ്രധാനമായൊരു കർത്തവ്യം നിറവേറ്റാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തബല എന്ന താളവാദ്യത്തിൻ്റെ ഐതിഹാസിക വ്യക്തിത്വമായ, ലോക സംഗീത ചരിത്രത്തിൻ്റെ സുവർണ ചൈതന്യമായ, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ താളലയ സൗന്ദര്യം തൻ്റെ വിരലുകൾ കൊണ്ട് ലോകം മുഴുവൻ ഇന്ദ്രജാലം സൃഷ്ടിച്ച തബലയുടെ നിത്യ ഹരിത നായകനെ, തബലയുടെ ചക്രവർത്തിയെ സ്മരിക്കുക എന്ന ഒരു മഹത്തരമായ കർത്തവ്യം, അതും ഒരു സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അമ്പിളി കലാസമിതിയുടെ ഈ വർഷത്തിൽ ഇത്തരമൊരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കലാകാരനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും ഉള്ള അവസരം എനിക്ക് കിട്ടി എന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, അങ്ങേയറ്റം ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ കലാസമിതിയിൽ, അമ്പിളി കലാസമിതിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്കും പിന്നീട് ഉത്തരേന്ത്യയിൽ സിത്താർ ഒക്കെ പഠിക്കാനുള്ള ഒരു ദൈവകാരുണ്യം കിട്ടി എന്ന നിലയ്ക്കും കുറേയൊക്കെ സംഗീത കച്ചേരികളും മറ്റും ആയി, ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരികളും സിത്താർ പരിപാടികളുമായി പല വേദികളിലും നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ ഒരു കർത്തവ്യത്തിന് മാറ്റിക്കൂട്ടുന്നു. വ്യക്തിപരമായി ഞാൻ അമ്പിളി കലാസമിതിയിൽ നിന്ന് വയലിൻ പഠിക്കുന്ന കാലത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കുമാരൻ എന്ന എൻ്റെ സ്കൂൾ കൂട്ടുകാരൻ എൻ്റെ കൂടെ തബല വായിച്ചിരുന്നു. അമ്പിളി കലാസമിതിയിൽ ഇരുന്നു കൊണ്ട് AK എന്ന അധ്യാപകൻ എൻ്റെ കൂട്ടുകാരനായിട്ട് തബല വായിച്ചിരുന്നു. ആ ഓർമ്മകളൊക്കെ ഇവിടെ മനസ്സിലിങ്ങനെ വരികയാണ്. കാരണം അമ്പിളി കലാസമിതിയിൽ കയറുമ്പോൾ തബലയുടെ നാദമായിരുന്നു എന്നും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് ജാക്കിർ ഹുസൈൻ എന്ന തബല പ്രതിഭാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് വൈകാരികതയുണ്ട്. വലിയൊരു പാരമ്പര്യത്തിൻ്റെ, കലാകുടുംബത്തിൻ്റെ അംഗമെന്ന നിലയ്ക്ക് ജാക്കിർ ഹുസൈൻ വളരെ ഭാഗ്യവാനായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തബലിസ്റ്റ് എൻ്റെ മകനായിട്ട് ജനിക്കാൻ, അല്ലാർ ഖാൻ്റെ മകനായി ജനിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നീണ്ട വർഷങ്ങളിലൂടെ സാധിച്ചു. അതുമാത്രവുമല്ല, 7ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് ആദ്യമായി വേദിയിൽ കയറാനും അല്ലെങ്കിൽ വേദിയിൽ തബല അവതരിപ്പിക്കാനും, പിന്നീട് 12ാമത്തെ വയസ്സിൽ കച്ചേരികൾക്ക് വലിയ വ്യക്തിത്വങ്ങളുടെ കൂടെ, കലാപ്രതിഭകളുടെ കൂടെ, അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ എന്ന് പറയാവുന്ന
പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ കൂടെ ഒക്കെ ആദ്യം തന്നെ കച്ചേരികൾക്ക് തബല വായിക്കാനുള്ള സൗഭാഗ്യം അല്ലെങ്കിൽ അനുഗ്രഹം ദൈവം കൊടുത്ത ഒരേ ഒരു കലാകാരൻ ഇന്ത്യക്ക് കിട്ടിയത് ഒരുപക്ഷെ സാക്കിർ ഹുസൈൻ ആയിരിക്കും. ഞാനതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാനന്ന് 1980 മുതൽ ഞാൻ ജയ്പൂരുണ്ട്. സാക്കിർ ഹുസൈൻ്റെ ഏറ്റവും യുവത്വം ഉള്ള കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തിയതും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണാനുള്ള സൗഭാഗ്യം കിട്ടിയതും. പണ്ഡിറ്റ് രവിശങ്കർജിയുടെ കൂടെ, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യജിയുടെ കൂടെ, അതുപോലെ സന്തൂർ പ്രതിഭാസമായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ കൂടെ, അങ്ങനെ എല്ലാ അലി അക്ബർ ഖാൻ എന്ന സരോദ് വിദ്വാൻ്റെ കൂടെ, അങ്ങനെ പാരമ്പര്യമുള്ള വലിയ വലിയ കലാപ്രതിഭകളുടെ കൂടെ ഒരു രോമാഞ്ചം പോലെ പ്രകടനം നടത്തിയിരുന്ന യുവത്വം നിറഞ്ഞ ഒരു സുമുഖനെയാണ് ഞാനന്ന് കാണുകയുണ്ടായി ജയ്പൂരിൽ. 1980 മുതൽ 94 വരെ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ അടുത്തറിഞ്ഞ സ്പീക്ക് മാക്കയുടെ പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തുമ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ഹരിപ്രസാദ് ചൗരസ്യജിയുടെ കൂടെ ഇരുന്ന് അദ്ദേഹം തബല വായിക്കുന്നത് ഞാൻ കണ്ടത്. അത്രയും അടുത്തിരുന്ന് കാണാനുള്ള ഒരു പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഒരു കാലത്ത് തബല എന്ന് പറയുന്നത് കേവലം ഒരു അക്കമ്പനിമെൻ്റ് ഇൻസ്ട്രുമെൻ്റ് മാത്രമായിരുന്നു. ഒരു അക്കമ്പനിമെൻ്റ് ഇൻസ്ട്രുമെൻറ്റിനെ ഒരു സോളോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുകയും ലോകം മുഴുവൻ അത് പ്രചരിപ്പിക്കുകയും അതുമാത്രമല്ല 1000 ഇന്നൊവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത, ലോകത്തിന് മാതൃകാപരമായ ഇന്നൊവേഷൻസ് തബലയിൽ കാണിച്ചു കൊടുത്ത ഒരു കലാകാരൻ ആണ് സാക്കിർ ഹുസൈൻ. ബോംബെയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇന്ത്യയുടെ അഭിമാനമായി മാറി. പിന്നീട് നിരവധി അവാർഡുകൾ, ലോകപ്രസിദ്ധമായ അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടി. ഒരു ഇന്ത്യക്കാരന് പണ്ഡിറ്റ് രവിശങ്കർജിക്ക് കിട്ടിയ പോലെ, അല്ലെങ്കിൽ അലാർഖാനൊക്കെ കിട്ടിയ പോലെ തന്നെ അതിനപ്പുറം ഒരു ശ്രദ്ധ ഒരു യുവകലാകാരൻ എന്ന നിലയ്ക്ക് തബലയിലൂടെ കിട്ടാൻ കഴിഞ്ഞ ഒരേ ഒരു കലാകാരൻ നമ്മുടെ സാക്കിർ ഹുസൈൻജി ആയിരുന്നു. എൻ്റെ ഓർമ്മ, ഞാൻ 1985 ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ ഒരു പോളിംഗ് കലാകാരന്മാരുടെയൊക്കെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച വ്യക്തി ആരാണെന്ന്, യുവാക്കളെ സ്വാധീനിച്ച വ്യക്തി ആരാണെന്ന് ഉള്ള ഒരു പോളിംഗ് നടന്ന സമയത്ത് അതിലേറ്റവും ഉയർന്ന സ്ഥാനം, ഏറ്റവും ഹയസ്റ്റ് മാർക്സ് കിട്ടിയത് സാക്കിർ ഹുസൈൻ ആയിരുന്നു. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ മാന്ത്രികമായ തബലയായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും ലോകത്തിൽ കേവലം ശാസ്ത്രീയ സംഗീതം മാത്രമല്ല, പുതിയ മാനങ്ങൾ തബലയിലൂടെ സൃഷ്ടിച്ച് ഫ്യൂഷൻ എന്ന ഒരു പുതുമയാർന്ന നവീന കലാരൂപത്തിൻ്റെ പുതിയ സർഗ സൗന്ദര്യം ജനങ്ങൾ നെഞ്ചിലേറ്റി, അതും പ്രത്യേകിച്ച് യുവാക്കൾ. അങ്ങനെ സാക്കിർ ഹുസൈൻ ലോകം മുഴുവൻ ഇംഗ്ലീഷ് കലാകാരന്മാരും വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഈസ്റ്റേൺ ആർട്ടിസ്റ്റുകളുടെ കൂടെയും, എന്തിനധികം നമ്മുടെ കർണാടക സംഗീതജ്ഞരുടെ കൂടെ വരെ ജുഗൽബന്ദിക്ക് അദ്ദേഹം അക്കമ്പനിമെൻ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഒരു ശ്വാസം വിടുമ്പോൾ ഉള്ള ആ ഒരു ബ്രേക്സ് പോലും തബലയിലൂടെ അദ്ദേഹം അക്കമ്പനിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സംഗീത് കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കാണിച്ചു തന്ന മാതൃക. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഡോക്ടർ എൻ രാജത്തിൻ്റെ കൂടെയൊക്കെ തബല വായിച്ച ഹംസധ്വനി രാഗം വായിക്കുമ്പോൾ അദ്ദേഹം വതാബിയുടെ ഓരോ ബ്രേക്സിലും ഓരോ ചടുലമായ ചലനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ തബലയുടെ പരൽസുകളും തബലയുടെ മാസ്മരികമായ ചില
സൗന്ദര്യ പ്രകടനങ്ങളും കണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിയിട്ടുണ്ട് ചെറുപ്പക്കാർ എന്ന നിലയ്ക്ക് അന്നൊക്കെ. എനിക്ക് ഇത്രയും വൈകാരികതയോടെ പറയേണ്ടി വരുന്നത് പറയാൻ തോന്നുന്നത് സാക്കിർ ഹുസൈൻ്റെ അക്കമ്പനിമെൻറ്റിൻ്റെ സ്റ്റൈൽ തന്നെയാണ്. കാരണം മറ്റൊരു തബലിസ്റ്റിനും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു ശക്തി. ഇത് ഞാൻ പറയാൻ കാരണം ജയ്പൂരിൽ ഞാനൊരു കച്ചേരി ശിവകുമാർ ശർമാജിയുടെ കൂടെ ഹരിപ്രസാദ് ചൗരസ്യാജിയുടെ ഒരു പ്രോഗ്രാമായിരുന്നു അത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ചൗരസ്യാജി വളരെ വിളംബത്തിൽ ഫ്ലൂട്ട് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം തബല, സാക്കിർ ഹുസൈനായിരുന്നു അക്കമ്പനിമെൻറ്റ്. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങൾ വീണ്ടും വീണ്ടും കൈയടിക്കുകയാണ്. എന്തിനു വേണ്ടി? സാക്കിർ ഹുസൈൻജിയുടെ തബല കേൾക്കാൻ. ഹുസൈൻജി തബല വായിക്കൂ എന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നൊരു അക്കമ്പനിങ് ആർട്ടിസ്റ്റ് മാത്രമാണ്. ഇന്ന് ഗുരുജിയുടെ കൂടെ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യാജിയുടെ കൂടെ ഞാൻ സംഗത് ചെയ്യുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാമെന്ന് പറഞ്ഞ് ഓഡിയൻസിനെ അദ്ദേഹം സമാധാനിപ്പിച്ചു. അത്രയും കർത്തവ്യബോധത്തോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ അക്കമ്പനിമെൻ്റ് ചെയ്തിരുന്നു. അതിനപ്പുറം പിന്നീട് അദ്ദേഹം സോളോ പെർഫോമൻസ് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ശിവമണിയെപ്പോലെ ഉള്ള കലാകാരന്മാർ ശ്രദ്ധയാകർഷിച്ച പോലെ ലോകത്തിലെ അത്ഭുതമായി മാറിയത്. കൈലാസത്തിലെ ശംഖുനാദം പോലും തബലയിലൂടെ സൃഷ്ടിച്ച മഹത് വ്യക്തിത്വമായിരുന്നു നമ്മുടെ സാക്കിർ ഹുസൈൻജി. ഉടുക്കിൻ്റെയും എല്ലാ വ്യത്യസ്ത സംഗീതോപകരണങ്ങളുടെ താളത്തിൻ്റെ മാതൃകാപരമായ സൗന്ദര്യ പ്രകടനങ്ങളെല്ലാം ഇതൊക്കെ വളരെ ഒരു ജാലവിദ്യ പോലെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനിത്രയും പറഞ്ഞത് ഒരു പ്രതിഭാസമായ ഒരു കലാകാരൻ്റെ വ്യക്തിത്വം എങ്ങനെ ജനങ്ങളെ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും മധ്യവയസ്കരെയും വൃദ്ധരെയും എല്ലാം ഒരേപോലെ തബല കൊണ്ട് ഒരു ജാലവിദ്യ എന്നോണം കീഴടക്കിയ ഒരേയൊരു മഹത് വ്യക്തി ഒരു പക്ഷേ സാക്കിർ ഹുസൈൻ ആയിരിക്കും. അല്ലാറഖാനൊക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെ ക്ലാസിക്കലിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒരിക്കലും കളങ്കം തട്ടാത്ത രീതിയിൽ അദ്ദേഹം തൻ്റെ മായികമായ പ്രകടനങ്ങൾ നടത്തി. അദ്ദേഹത്തിന് കിട്ടാത്ത അവാർഡുകളില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ 1998 തോന്നുന്നു അദ്ദേഹത്തിന് ഈ പത്മശ്രീ കിട്ടുന്നത്. പിന്നീട് പത്മഭൂഷൺ, അത് കഴിഞ്ഞ് പത്മവിഭൂഷൺ. അത് പത്മവിഭൂഷൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായി കിട്ടുന്നൊരു അവാർഡാണ്. ഇതിനപ്പുറം ലോക സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധയാർന്ന, ഏറ്റവും വലിയ ഉന്നതമായ ഒരു അവാർഡാണ് ഗ്രാമി അവാർഡ്. 7 തവണ അദ്ദേഹത്തെ റെക്കമെൻഡ് തന്നെ ചെയ്തു. 4 തവണ അദ്ദേഹം ഗ്രാമി അവാർഡ് ജേതാവായി, ലോകത്തിലെ തബല ജേതാവായി മാറി. അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അപ്പോൾ കേവലം ഒരു കൊട്ടാനുള്ള ഒരു സംഗീതപരമായി നമ്മൾ ബാല്യകാലത്ത് തബലയെ കണ്ടിരുന്നെങ്കിൽ അത് ആ ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ട് സമുന്നതമായ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം തബലയ്ക്ക് നൽകാൻ നമ്മുടെ സാക്കിർ ഹുസൈൻ ജി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പരമ്പരയിൽ നിന്നുകൊണ്ട് ഊർജ്ജസ്വലമായി തൻ്റെ സ്ഥാനം നിലനിർത്തി. ഇനി എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അദ്ദേഹം എന്നും പറയാറുള്ള, പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, റിയാസ് ചെയ്യുക. അതുമാത്രമേ ഒരു കലാകാരന് തൻ്റെ വൈദഗ്ധ്യത്തിലേക്കുള്ള വഴിയായിട്ട് കാണുന്നുള്ളൂ. നിങ്ങൾ എത്ര കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ എത്ര കണ്ട് റിയാസ് ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരു റിയാസിലൂടെ പോകട്ടെ. എൻ്റെ ജീവിതം മുഴുവൻ റിയാസ് ആണ് എന്ന് പറഞ്ഞ ഒരേയൊരു തത്വചിന്തകനെ പോലെ തബലയെ നോക്കിക്കണ്ട വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും നമ്മുടെ ഒരു ഭാഗ്യം ഇന്ത്യയുടെ ഒരു അവതാര തബലിസ്റ്റായിട്ട് നമുക്ക് പണ്ഡിറ്റ്ജിയുടെ വഴികളിലൂടെ യാത്ര ചെയ്യാനും
ജാക്കിർ ഹുസൈൻ തിരുവനന്തപുരത്ത് വന്ന ചില ഓർമ്മകളുണ്ട് എനിക്ക്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും എൻ്റെ ഓഫീസ് ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷെ അന്ന് എൻ്റെ കൂടെ വായിക്കിരുന്ന മഹേഷ് മണിയെ പോലുള്ള തബലിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരം വളരെ അടുത്ത് ഇടപഴകിയതായി എന്നോട് പിന്നീട് പറഞ്ഞു. മുരളിജി വരേണ്ടതായിരുന്നു അങ്ങോട്ട് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മകളാണ്. പണ്ഡിറ്റ്ജി ജാക്കിർ ഹുസൈൻജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വളരെ എന്താ പറയുക, സൗന്ദര്യമാർന്നതാണ്. കാരണം അദ്ദേഹം എന്നും പുഞ്ചിരിക്കുന്ന വിനയാന്യുതനായ ഒരു കലാകാരനായിരുന്നു. ഇത്രയും വിനയം കാണിച്ച ഒരു കലാകാരൻ ഞാൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തെയാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്, ഇത്രയും വിനയം കാണിക്കുന്ന ഒരു കലാകാരനായിട്ട്. അതുപോലെ ഇദ്ദേഹം എത്ര എന്താ പറയുക, ആവറേജ് കലാകാരനാണെങ്കിലും അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് അദ്ദേഹത്തെ വളരെ വിനയത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് സംസാരിക്കുകയും കലയുടെ ഉദാത്തമായ സൗന്ദര്യം ജനങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്ത ഒരു ദിവ്യ കലാകാരനായിരുന്നു നമ്മുടെ ജാക്കിർ ഹുസൈൻജി. എന്തായാലും ഈ ദിവസം നമ്മൾ അമ്പിളിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആ പുണ്യാത്മാവിനെ സ്മരിക്കുകയും അദ്ദേഹത്തിന് ഒരു സംഗീതാർച്ചനയും ചെയ്യുന്നു. സിത്താറൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സിത്താറൊക്കെ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അർച്ചന ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടിയുണ്ട്. അങ്ങേയറ്റം വിനയത്തോടെ, അങ്ങേയറ്റം പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം അങ്ങ് ഒരു സൂര്യനാണെങ്കിൽ ഞങ്ങളൊക്കെ മിന്നാമിനുകളാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കൈകൂപ്പി തൊഴുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനായ ജാക്കിർ ഹുസൈൻ എന്ന ഇന്ത്യയുടെ തബല അവതാരമായ തബല അവതാരത്തെ അല്ലെങ്കിൽ തബലയുടെ ഈശ്വരനെ ഞാൻ വണങ്ങുന്നു. ആ പുണ്യാത്മാവിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രണവ മന്ത്രങ്ങളോടെ പ്രണമിക്കുന്നു. അമ്പിളി കലാസമിതിയും തീർച്ചയായും നമ്മളെല്ലാവരും ഒത്തുകൂടി അദ്ദേഹത്തെ വണങ്ങുന്നു. ഇനി നമുക്ക് കുറച്ച് ക്ലാസിക്കൽ രാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ടും നല്ല നല്ല വിളംബരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ടും നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം, അദ്ദേഹത്തെ വണങ്ങാം. എല്ലാവർക്കും വീണ്ടും വീണ്ടും എൻ്റെ കൂപ്പുകൈ പ്രണാമം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഒരു വസ്തുത കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. പണ്ഡിറ്റ്ജിയെക്കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ, ജാക്കിർ ഹുസൈൻ്റെ മാസ്മരികമായ തബലയെക്കുറിച്ച് പറയുമ്പോൾ 1988 ഒരു പരസ്യം, അഡ്വർടൈസ്മെൻറ്റ്, താജ്മഹൽ ടീ കമ്പനി നമുക്ക് കാണിച്ചു തന്ന പരസ്യം തബലയുടെ മാന്ത്രിക വിരലുകളുടെ പ്രകടനമായിരുന്നു, ജാക്കിർ ഹുസൈൻജിയുടെ മാത്രം. തീർച്ചയായും ജാക്കിർ ഹുസൈൻജി ഒരു യുവ പ്രതിഭയായിരുന്നതുകൊണ്ട് തന്നെയാണ് മറ്റേത് കലാകാരന്മാരെക്കാളും പ്രഗത്ഭനും എല്ലാവരുടെ ശ്രദ്ധയും ആകർഷിക്കുന്ന ഒരു പീരീഡിലാണ് 1988 ആദ്യമായിട്ട് അത്തരമൊരു പരസ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അത് ആ കമ്പനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. യുവാക്കൾ മാത്രമല്ല, ലോകം മുഴുവൻ ആ പരസ്യത്തെ നെഞ്ചിലേറ്റി. അപ്പോൾ അതുകൊണ്ട് തബലയുടെ ഒരു മാസ്മരികമായ പ്രകടനം അദ്ദേഹം തൻ്റെ പരൽസുകളിലൂടെ കാണിച്ചുകൊണ്ട് ഹുസൂർ താജ് ബോലിയെ വാ താജ് ബോലിയെ എന്ന് പറയുന്ന ആ ഒരു പരസ്യത്തിലൂടെ താജ്മഹൽ കമ്പനി ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കമ്പനിയായി മാറി. അത് ആ കമ്പനിയുടെ മാത്രം സവിശേഷത ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ജാക്കിർ ഹുസൈൻ്റെ തബലയുടെ മാസ്മരികത തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ആ പ്രോഡക്റ്റിന് ഗുണമുണ്ടായി എന്നത് മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഈ വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ ഹ്രസ്വമായ ഒരു തബലയുടെ ക്ലിപ്പിംഗ് നമുക്ക് പരസ്യമെന്നോണം വളരെ ഉദാത്തമായ തബല വായന അല്ലെങ്കിൽ തബലയുടെ സൗന്ദര്യം നമുക്ക് ആ പരസ്യത്തിൽ കാണാം. 1988 എന്നാണ് എൻ്റെ
ഓർമ്മ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പിന്നീട് അത് വീണ്ടും റീറെക്കോർഡിങ്സുകൾ നടന്നു പല തവണകളായിട്ട്. കാരണം അത്ര ശ്രദ്ധ അതിന് ജനങ്ങൾ കൊടുത്തിരുന്നു. ലോകം മുഴുവൻ അത് ആദരിക്കപ്പെട്ട ഒരു പരസ്യമായി മാറി, പരസ്യത്തിൻ്റെ ഒരു മാതൃക പോലുമായി. അതാണ് ജാക്കിർ ഹുസൈൻജിയുടെ തബലയുടെ എന്താ പറയുക, അത്ഭുതാവഹമായ മാസ്മരികത. संगीत में ऐसा जादू डालने के लिए घंटों रियाज करते हैं उस्ताद जाकिर हुसैन। ताजमहल का अनोखा रंग और महक लाने के लिए हजारों चाय आजमाते हैं हम। मंजूर वाह ताज बोलिए। कौन ताजमहल, क्या रंग, क्या महक, वाह ताज। പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ അമ്പിളി കലാസമിതിയുടെ 4 ചുമരുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജാക്കിർ ഹുസൈൻ എന്ന മഹാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കാൻ സംഗീതത്തിൻ്റെ ഭാഷയിൽ, സംഗീതത്തിൻ്റെ വഴികളിലൂടെ ചില രാഗാത്മകമായ സമർപ്പണം എല്ലാവർക്കും ഒരുമിച്ച് വായിച്ചുകൊണ്ട് ചെയ്യാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിലയ്ക്ക് പണ്ഡിറ്റ്ജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജാക്കിർ ഹുസൈൻ എന്ന ലോക പ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അമ്പിളി കലാസമിതിയിലെ കലാകാരന്മാർ ഒത്തുകൂടി ഞങ്ങൾ ഒരു സമർപ്പണം എന്ന നിലയ്ക്ക് സംഗീത പൂജ ചെയ്യുകയാണ്. രാഗത്തിൻ്റെ തലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട്, രാഗതലങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ആദ്യമായി മോഹന രാഗം അല്ലെങ്കിൽ ഭൂപാൽ രാഗം, വിഖ്യാതമായ രാഗം ആരംഭിക്കുന്നു. പണ്ഡിറ്റ്ജിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ആരംഭിക്കുന്നു.